ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറേ നാളായി എടുത്തു വെച്ചിട്ട് ഇടണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ല, എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായി, അതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ എടുത്ത് വെച്ചതാണ്. ഞാനങ്ങനെ എല്ലാ ദിവസമൊന്നും കുക്ക് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും, ചിലപ്പം ഡിലീറ്റ് ചെയ്യും, അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ വരുമ്പോൾ കുറച്ച് കോവക്കത്തോരൻ കൂട്ടിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാർക്കറ്റിൽ കയറി വാങ്ങാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിൽ തന്നെ ഈ 2-3 കെട്ടുപോയിട്ടുണ്ടായിനി. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ തോരൻ ഉണ്ടാക്കിയാണ്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല കറിവേപ്പിലയാണ്. ചെറുത് അതായത് ഇത്ര പോലെ വളരുമ്പോഴത്തേന് തന്നെ ഞാനാണ് അധികവും പോയി പിച്ചിക്കൊണ്ടിരുന്നത്. മറ്റേ എന്താ പറയുക, അതിന് വളരാൻ പോലും ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ആകെ പേരിന് മാത്രം ഒരു ചെറുതെങ്കിലും ഉള്ളത് ഇത് മാത്രമാണ്. പിന്നെ അതിന് ശേഷം ഞാൻ വീട്ടിൻ്റെ തൊട്ട് മുമ്പിലുള്ള റബ്ബർ തോട്ടത്തിൽ പോയിട്ട് മുളക് പറിക്കുകയാണ്. നമ്മളടുത്ത് പിന്നെ കപ്പപ്പറങ്കി പറിക്കാൻ പോകുന്നതെന്ന് പറയും. ഇതും ഫുൾ ഭയങ്കര കാടാണ് കേട്ടോ. ഈ പാമ്പും എന്താ പറയുക എല്ലാം ഉള്ള സ്ഥലമാണിത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കേണ്ട ആ ഒരു ഫ്ലോയിൽ അതൊന്നും ഓർത്തില്ല, ഇങ്ങനെ അങ്ങ് പോയി. ആ സമയത്താണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ സമയത്താണ് ഇത് ഞാനിങ്ങനെ കണ്ടത്. പക്ഷെ എന്ത് ഭംഗിയാണെന്നല്ല, എൻ്റെ ക്യാമറേൻ്റെ ഭംഗിയാണോ അതോ പിന്നെ ആ സ്ഥലത്തിൻ്റെ ഭംഗിയാണോയെന്നറിയില്ല, എന്തോ രസമല്ലേ ഇങ്ങനെ കാണാൻ. അതിന് ശേഷം ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മുളക്. അപ്പം അമ്മമ്മ എന്നെ ഇങ്ങനെ എന്തോ പറഞ്ഞ് കളിയാക്കിയാണ്. എന്താ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല. ബാക്കിലുണ്ടായത് അമ്മ കേട്ടോ. രണ്ടാളും കൂടെ എന്നെ എന്തോ പറഞ്ഞ് കളിയാക്കിയതൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയിലെടുക്കുമ്പം കുറച്ച് ഭംഗിയിലൊക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആക്കി വെച്ചതാണ്. ഇങ്ങനെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഓർത്തത്, എൻ്റെ മോനെ എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു ഈ കത്തി പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ. നിങ്ങളെ ഞാൻ മുറിക്കുന്ന സ്റ്റൈൽ നോക്ക്, കണ്ടോ? ഇങ്ങനെയൊന്നും മുറിക്കാൻ പാടില്ല കേട്ടോ. ലൈക്ക് ഇതൊക്കെ ഭയങ്കര അപകടം പിടിച്ച രീതിയാണ്. കൈ അങ്ങനെ മുറിഞ്ഞു പോവും. പിന്നെ സോറി ഗൈസ്, ഇവിടെ എൻ്റെ വീട്ടിലെ റോമി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്താ ഞാൻ ഈ മുറിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ ഞാൻ ആ കയ്യോറ പോലും വെക്കാണ്ടാന്ന് ഇടാതെയാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ കണ്ടിട്ട് നല്ല വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മാറ്റിയത് ആക്ച്വലി. അപ്പോൾ ഞാനിതൊക്കെ വെട്ടി സെറ്റാക്കി വാഴയിലയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടെന്താ, പിന്നെ അടുത്ത നമ്മളെ കുക്കറി ഷോ ആണല്ലോ. അതിന് ശേഷം ഞാനിതിങ്ങനെ എല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ. അതിന് ശേഷം ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി. ഞങ്ങളല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉള്ളിയും കോവക്കയും ഇടാനൊക്കെ അമ്മ സഹായിച്ചിനെ. അതില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ടും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനെന്നാൽ ഞാനത് ഇട്ട് തരാം, ബാക്കി നീ തന്നെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ പറയുക, കുക്ക് ചെയ്യാൻ എൻ്റെ ഒപ്പം ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇത് വളരെ നോർമലായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് എൻ്റേതായിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ ഉള്ളൊരു റെസിപ്പിയാണ്. അതായത് വളരെ നോർമലായിട്ട് ഞാൻ ചെയ്യുന്നത്. കണ്ട പൊടികളെല്ലാം വാരി ഇടുക, അതാണ് മെയിനായിട്ടുള്ളത്. എന്ത് പൊടി കണ്ടാലും പറക്കി അതിനകത്തേക്ക് ഇടുക, അതാണ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ളത്. എനിക്ക് ഈ മുളക് പൊടി എന്താ പറയുക അതായത് നമ്മളെ പറങ്ങിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സാമ്പാർ പൊടി ഇട്ടാൽ ഞാൻ സാമ്പാർ പൊടി ഇടും, ചിക്കൻ മസാല ഇട്ടാൽ ഞാൻ അതും ഇടും. എനിക്ക് എന്താണെന്നറിയില്ല, കിട്ടുന്ന പൊടികളെല്ലാം വാരി വലിച്ചിടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ അമ്മ പറയും, അങ്ങനെ എല്ലാ കറിക്കും ഓരോ കറിക്കും ഓരോ ടേസ്റ്റ് അല്ലേ, ഓരോ പൊടികളല്ലേ ആവശ്യം ഉണ്ടാവുക. എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്ത് കറി വെക്കുമ്പോൾ എല്ലാ പൊടികളും ഇടണം.
അതാണ് എൻ്റെ ഒരു വേ ഓഫ് കുക്കിങ്. അങ്ങനെയൊന്നും ചെയ്യരുത്, അത് വേറെ കാര്യം. പിന്നെന്താ, ആ അമ്മ ഇത്ര പോരെ ഹെൽപ്പ് ചെയ്തിനല്ലേ. ഞാൻ വെച്ചു എനിക്കത് ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായതുകൊണ്ട് അത് കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ അമ്മ കുറച്ച് ഫസ്റ്റ് ഉള്ളിയും കോവയ്ക്കും ഇടാൻ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സകല പൊടിയും വാരിയിട്ടത്. പിന്നെ പൊടികളൊക്കെ വാരിയിട്ട് സെറ്റാക്കി. പിന്നെന്താ, എനിക്ക് ഈ കോവക്കത്തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടമാണ്. ഇത് മാത്രം ഉണ്ടായാൽ ഞാൻ ചോറ് കഴിക്കും. പക്ഷെ എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ട് ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്ത് അവിടെ കുക്ക് ചെയ്യുന്ന ആൻറ്റി അവർ വന്നിട്ട് കോവക്കത്തോരൻ എന്താ പറയുക, ഒരു വൃത്തികെട്ട സ്റ്റൈലാണ് ഉണ്ടാക്കൽ. എനിക്ക് കുറേ കാലം എനിക്ക് ഈ കോവക്ക എന്ന് പറയുന്നതേ ഒരു ട്രോമയായിരുന്നു. അവർ ഒന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കി തരില്ല. പിന്നെ ഉള്ളത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ കോവക്കയാണ് പിന്നെയെങ്കിലും ഒരു നല്ലതെന്ന് പറയാനാണ് ഉണ്ടാവൽ. പക്ഷെ അതും അവർ കുറച്ച് കാലം ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ വെറും വൃത്തികെട്ട രീതിയിലാണ് ആക്കുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ കോവക്ക എനിക്ക് ഇഷ്ടമെല്ലാം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ വീട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിത് പുറത്ത് വെച്ചിട്ടാട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്ന ആ അലക്കല്ലിൻ്റെ സൈഡിൽ. എന്ന് വെച്ചാൽ ഇപ്പം അലക്കല്ല് അലക്കാത്ത കല്ലാണ്. ഐ മീൻ അലക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല. പണ്ട് വെച്ചിട്ടുണ്ടായ അലക്കല്ലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്.